22ഓളം കുടുംബങ്ങളെ ഇന്ന് രാവിലെ തിരിച്ച് വീടുകളിലേക്ക് എത്തിക്കാം എന്നൊരു ഉറപ്പിന്റെ പുറത്തായിരുന്നു അവർ പോയിരുന്നത്. കാരണം ഇന്നലെ രാത്രി കൂടുതൽ JCB-കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇടിഞ്ഞ പ്രദേശത്തെ, അതായത് അപകട സാധ്യത നിലനിൽക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ആളുകളെ സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറ്റാം എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അതായത് രാത്രിയോടുകൂടി ഈ അപകടാവസ്ഥയിലുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ അപകടാവസ്ഥ മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു 22 കുടുംബങ്ങളെയും ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നത്. അവരോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ഈ വീട്ടിലുള്ള സാധനങ്ങൾ ഒന്നും തന്നെ എടുക്കേണ്ടതില്ല, നാളെ രാവിലെ തിരിച്ച് ഈ വീടുകളിലേക്ക് നിങ്ങൾക്ക് എത്താം, അതുകൊണ്ട് സാധനങ്ങളൊന്നും എടുക്കേണ്ട, തൽക്കാലം ഒരു രാത്രി അന്തി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്താൽ മതി എന്ന ഒരു വാക്കായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പല ആളുകളും ഉടുത്തിരുന്ന ആ ഉടുതുണി മാത്രമാണ് പല ആളുകളുടെയും കയ്യിലുള്ളൂ ഇപ്പോഴും. പക്ഷേ അതിനിടയിലായിരുന്നു രാത്രിയിൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ വളരെ വേഗത്തിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ചെയ്തത്. ഇതിനകത്തെ ഒരു കാര്യം റോഷ്നി, 8 വീടുകളാണ് തകർന്നിരിക്കുന്നത്. അതിൽ 2 വീടുകൾ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. 2 വീടുകൾ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ തന്നെ കിടക്കുകയാണ്. അതേക്കുറിച്ച് ഒന്നും ഈ കാണുന്ന പോലെ തന്നെ ഈ മുകൾ ഭാഗങ്ങൾ മാത്രമാണ് പുറത്തേക്ക് കാണാനുള്ളൂ. 2 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അതുകൂടാതെ 6 വീടുകൾ ഭാഗികമായും തകരുകയും ചെയ്തിട്ടുണ്ട്. 6 വീടുകൾക്ക് കാര്യമായി തന്നെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബാക്കി നിരവധി വീടുകൾക്ക് മേൽക്കൂര തകരുകയും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ച മറ്റ് നിരവധി വീടുകളും ഇവിടെയൊക്കെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൂടാതെ ഈ സന്ധ്യയ്ക്കും ബിജുവിനും ഒക്കെ കന്നുകാലികളും ആടുകളും അങ്ങനെ അത്തരത്തിലുള്ള വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു. അവയുൾപ്പെടെ ഇപ്പോഴും മണ്ണിനടിയിലാണ് എന്നത് മറ്റൊരു ദുഃഖകരമായ കാര്യമാണ്. ആട്ടിൻകൂടുകളോ അല്ലെങ്കിൽ ഈ പശുവിന്റെ തൊഴുത്തോ അങ്ങനെയുള്ളതൊന്നും തന്നെ പുറത്തേക്ക് കാണാനില്ല. അതൊക്കെ മണ്ണിനടിയിലാണ്. ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവരാണ് പറഞ്ഞത്, രാവിലെ തന്നെ നേരത്തെ പുലർച്ചെ എണീറ്റുകൊണ്ട് ബിജുവിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിരാവിലെ എണീക്കും, ഈ പശുവിനും ആടിനും വേണ്ടിയിട്ടുള്ള പുല്ലൊക്കെ നേരത്തെ തന്നെ ചെത്തി അവർക്ക് തീറ്റയായി കൊണ്ട് കൊടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അതിനുശേഷം മറ്റു ജോലികളിലേക്ക്, അതായത് എന്ത് ജോലി ചെയ്യാനും ഒരു മടിയും ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ബിജു എന്ന് പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ വളരെ കാര്യമായിരുന്നു, എന്താവശ്യത്തിന് വിളിച്ചാലും ബിജു ഓടി എത്തുമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും മണ്ണിനടിയിലാണ് എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ സമീപത്തെ മറ്റു വീടുകളുടെയും അവസ്ഥ. ഒരു ജീവിതകാലം മൊത്തം ഒരുപക്ഷെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീടുകളൊക്കെയാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. അവരിന്ന് ഇവിടേക്ക് തിരികെ എത്തുമ്പോൾ അവർ ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോവുക എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് അവരുടെ പ്രതീക്ഷകളാകെ തകർത്തുകൊണ്ട് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം തന്നെ ഉണ്ടായിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ, അതായത് കാലാവസ്ഥ അനുകൂലമായത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഗുണം ചെയ്തു എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ആ ശക്തമായ മഴയിലാണ് ഈ പ്രദേശത്തൊക്കെ മണ്ണിടിഞ്ഞ് അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ ഉണ്ടായ അപകടം ആണെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ഈ മണ്ണിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങുകയും അതേ തുടർന്നാണ് ഈ അപകടത്തിന് കാരണമായതെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നതും രക്ഷാപ്രവർത്തനത്തിന് ഗുണം ചെയ്തു. പക്ഷേ ഒരുപക്ഷെ മഴ പെയ്തിരുന്നുവെങ്കിൽ ഈ കാണുന്ന കല്ലും മണ്ണും ചെടിയും ഉൾപ്പെടെ താഴേക്ക് ഒഴുകിയെത്തുകയും രക്ഷാപ്രവർത്തനം മറ്റു രീതിയിൽ അതീവ ദുഷ്കരമാവുകയും ചെയ്താണ്. എന്തായാലും രാത്രിയിലുണ്ടായ ഈ ഒരു ദുരന്തത്തിൽ ബിജു എന്ന ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭാര്യയായിട്ടുള്ള സന്ധ്യയെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. സന്ധ്യയെ 3:15 പുറത്തെടുത്തിരുന്നു. അതിനുശേഷം ആദ്യം അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. താലൂക്ക് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകിയപ്പോൾ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഒരു 6 മണിക്കൂറോളം ഈ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ അവരുടെ കാലിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ആ കോൺക്രീറ്റ് സ്ലാബിനടിയിൽ കിടന്നതിനാൽ ഒടിവും ചതവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദഗ്ധ ചികിത്സ വേണമെന്ന് അറിയിച്ചു. അങ്ങനെയാണ് ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്ക് സന്ധ്യയെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇവർ ഈ കോൺക്രീറ്റ് സ്ലാബിനടിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ സംഘം ഇവിടെ എത്തി അവർക്ക് ചികിത്സ നൽകിയിരുന്നു. കാരണം ഒരു ഘട്ടത്തിൽ ഓക്സിജൻ ലഭിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതിനകത്ത് അടിയിൽ കിടക്കുമ്പോൾ തന്നെ ഈ സന്ധ്യ പറയുകയും ചെയ്തിരുന്നു, വെള്ളം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ തന്നെ അറിയിച്ചു. അപ്പോൾ മറ്റ് ഗുളിക ഉൾപ്പെടെയുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സ
ചികിത്സ ആ കോൺക്രീറ്റ് പാളിക്കടിയിൽ കിടക്കുമ്പോൾ തന്നെ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇവർ നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ചെയ്യാനാകാവുന്നത് എല്ലാം തന്നെ ഇവിടെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളാണെങ്കിലും എല്ലാവരും ചെയ്തു എന്നാണ് നമ്മൾ ഇവിടെ നിന്നും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. പക്ഷേ ഈ കോൺക്രീറ്റ് സ്ലാബുകളായതാണ് വലിയ പ്രതിസന്ധി ആയത്. കോൺക്രീറ്റ് സ്ലാബുകളായതിനാൽ ഇവരെ പുറത്തേക്ക് എടുക്കുന്നത് അല്പം വൈകി. കാരണം വേഗതയിൽ ഒന്നെങ്കിൽ 2-3 JCBകളൊക്കെ ഉണ്ടായിരുന്നു. ആ JCB ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് പാളികൾ വളരെ വേഗത്തിൽ എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ വേഗതയിൽ കോൺക്രീറ്റ് സ്ലാബുകൾ എടുത്തു മാറ്റുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കണം. അതുകൂടാതെ അകത്ത് സ്ലാബുകൾക്ക് അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സന്ധ്യയും അതോടൊപ്പം തന്നെ ഈ 2 പേരെയും പുറത്തേക്ക് ജീവനോടെ തന്നെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഏറ്റവും ഒടുവിൽ അതിൽ സന്ധ്യയെ മാത്രമാണ് ജീവനോടെ രക്ഷിക്കാനായതുള്ളൂ. മറ്റൊരാളെ ജീവൻ നഷ്ടപ്പെട്ട നിലയിൽ തന്നെയാണ് കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ സന്ധ്യ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് ആളുകളോട് പറഞ്ഞതും സന്ധ്യ തന്നെയായിരുന്നു. ആ നിമിഷത്തിലൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അതിന് കാരണം ഈ കട്ടിലിലേക്കാണ് സ്ലാബുകൾ തകർന്നു വീണത്. ഒരു വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും നിലംപൊത്തുകയും മറ്റൊരു ഭാഗം ഭാഗികമായി നിലംപൊത്തുകയുമായിരുന്നു. അപ്പം നിലംപൊത്തിയ ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇവരുടെ 2 പേരുടെയും ശരീരത്തേക്കായിരുന്നു വീണത്. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു 2 പേരും ഉണ്ടായിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനുശേഷം ഈ ചുറ്റികയും ഉളിയുള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് പാളികൾ പതുക്കെ വെട്ടിമാറ്റിയ ശേഷം അറുത്ത് മാറ്റിയ ശേഷം ഇടിച്ചൊക്കെ അങ്ങനെയൊക്കെയാണ് അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് എന്നത് ഇന്നലെ രാത്രിയിൽ കണ്ട ഒരു ദുഃഖകരമായ സംഭവം കൂടിയായിരുന്നു. അപ്പോഴും എടുത്തു പറയേണ്ടത് 6 മണിക്കൂറാണ് സന്ധ്യ ഉൾപ്പെടെ 2 പേരും ഈ കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിൽ കിടന്നത്. അത് വളരെയേറെ വേദന സഹിച്ച് ആണ് ഈ സ്ലാബിനടിയിൽ കിടന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് റോഷ്നി. യെസ്, രാഹുൽ സുരേഷാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് മാറ്റലടക്കം തുടരുകയാണ്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. ഒരു ഇടവേള എടുക്കാം. അടിമാലിയിൽ കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു മരണം സംഭവിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് തത്സമയ വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നത്. രാഹുൽ, സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളൊക്കെ പ്രതികരണം അറിയിച്ചിരുന്നു. അവരടക്കം പറയുന്നത് എന്താണ്? ഇനിയിപ്പോൾ കൂടുതൽ പേരെത്താനുള്ള സാധ്യതയുണ്ടോ? റോഷി, ജനപ്രതിനിധികൾ ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ, സ്ഥലം MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ്, സംഭവ സ്ഥലത്തെ MLA ആയിട്ടുള്ള രാജ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ എത്തിയിരുന്നു. അപ്പോൾ അവരോടെല്ലാം ഈ ആളുകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പരാതി ഉന്നയിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട പരാതികളായി പറഞ്ഞത് ഈ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഇവിടെ മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമായത് എന്നതായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്താം, അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നാണ് ജനപ്രതിനിധികൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. കാരണം രാത്രി സമയമായതിനാൽ ആ 2 പേരെയും പുറത്തെടുക്കുക എന്ന കാര്യത്തിനായിരുന്നു പ്രധാനമായും പരിഗണന നൽകിയിരുന്നത്. അപ്പോൾ ആളുകളുടെ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം എന്നാണ് അവർ നൽകിയ ഒരു ഉറപ്പായി പറയുന്നത്. മറ്റൊരു കാര്യം, അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഈ ആളുകളെ 22ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് രേഖാമൂലം ഒരു അറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. മറ്റൊരു അറിയിപ്പോ അല്ലെങ്കിൽ മറ്റൊരു ഇടപെടലോ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്.
പറയുന്നത്. 22 കുടുംബങ്ങളെ എങ്ങോട്ട് മാറ്റണം എന്നതിൽ പോലും ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവർ തന്നെയാണ് ഗവൺമെന്റ് സ്കൂളിൽ താൽക്കാലികമായി സംവിധാനം ഒരുക്കിക്കൊണ്ട് മാറ്റുകയും ചെയ്തത്. അപ്പോഴും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് പ്രാഥമികമായി ലഭിക്കേണ്ട സൗകര്യങ്ങൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ അപകടാവസ്ഥ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട യാതൊരു നടപടിയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് പഞ്ചായത്ത് അധികൃതരും ഇവിടുത്തെ സ്ഥലം വാർഡ് മെമ്പറും ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ ഭാഗത്ത് ഒരു അനാസ്ഥ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൂടാതെ ഈ കോൺക്രീറ്റ് പാളി ഉൾപ്പെടെ താഴേക്ക് തകർന്ന് വീഴണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴിയുടെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ മണ്ണെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ മണ്ണെടുത്ത് മാറ്റുമ്പോൾ അപ്പോൾ തന്നെ ഈ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തി കെട്ടേണ്ടതാണ്. പക്ഷേ ഒരു ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് കെട്ടിയിട്ടില്ല. അങ്ങനെയാണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് വീഴുകയും ചെയ്തത്. ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും അപകടാവസ്ഥയിൽ മൺകൂന അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വലിയ ആഴത്തിൽ, അതായത് പൊക്കത്തിലാണ് ഇപ്പോഴും അപകട ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് ഈ മൺകൂന സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത്. ഒരു മഴ പെയ്താൽ ഉടൻ തന്നെ അത് നിലം പൊത്തുന്ന സാഹചര്യമുണ്ട്. അതുകൂടാതെ നാട്ടുകാർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെയുള്ള ഈ പാറകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് പാറയിൽ വലിയ രീതിയിൽ പ്രഷർ നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ മേൽമണ്ണൊക്കെ ഇളകി പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് വരാൻ കാരണമായതെന്ന് പറയുന്നു. കാരണം കുറെ 500 മീറ്ററും 1 കിലോമീറ്ററും താഴെയുള്ള ആളുകളുടെ പറമ്പിലും വീടിലും വരെ ഇതിന്റെ ഒരു പ്രകമ്പനം, ഈ പാറ പൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രകമ്പനം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ പറയുമ്പോഴും രാത്രിയിലുണ്ടായ ഒരു അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ കുറിച്ച് ആളുകൾക്കാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ 100 കാര്യങ്ങളാണ്. അതുകൂടാതെ അവരുടെ മൂത്ത മകൻ നഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് 1 വർഷം പിന്നിടുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരാൾ കൂടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സങ്കടം ദുഃഖമൊക്കെ ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് മരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സന്ധ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, സന്ധ്യ ഇവിടെ തൊട്ടടുത്തുള്ള മിൽമ പാൽ സൊസൈറ്റിയിൽ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. മകൾ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കുടുംബത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ കുടുംബ വീടുള്ളത്. ആ കുടുംബ വീട്ടിലേക്ക് താൽക്കാലികമായി മാറിക്കോളാം എന്ന ഒരു ഉറപ്പിന്റെ പുറത്തായിരുന്നു ക്യാമ്പിലേക്ക് പോകാതെ ഇവർ ഇവിടെ തന്നെ നിന്നിരുന്നത്. പക്ഷേ ആ കുടുംബ വീട്ടിൽ പോയ ശേഷം ഇവിടേക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ രേഖകൾ എടുക്കാനോ എന്തോ ആവശ്യത്തിന് വന്നതാണ്. ആ സമയത്താണ് അപ്രതീക്ഷിതമായി വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുകയും ഈ വീട് പൂർണ്ണമായി തകരുകയും അവർ അതിനടിയിൽ കുടുങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകർന്നു, ഇലക്ട്രിക് ലൈനുകൾ ഉൾപ്പെടെ തകർന്നു. അതെല്ലാം ഇപ്പോഴും നിലം പതിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഈ മണ്ണിനടിയിൽ ഇവിടുത്തെ ഈ വീടിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെയുണ്ട്. പൂർണ്ണമായി തകർന്ന 2 വീടുകളുടെ അവശിഷ്ടങ്ങൾ ഈ മണ്ണിനടിയിലാണുള്ളത്. അതുകൂടാതെ ഈ പ്രദേശത്തെ വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ ഈ മണ്ണിനടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ദുരന്ത ഭൂമി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു സങ്കട കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് റോഷ്നി. ഇനിയിപ്പോൾ ഇവിടെ ഈ ഉന്നതിയിൽ താമസിച്ചിരുന്ന കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ഹൃദയംഗമമായ ഒരു സങ്കട കാഴ്ചകൾ തന്നെയായിരിക്കും അപ്പോഴും ഉണ്ടാകാൻ പോവുക. ഒരുപക്ഷെ പ്രതിഷേധ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം ആളുകളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുമ്പോഴും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട, അല്ലെങ്കിൽ സുരക്ഷയൊരുക്കാൻ വേണ്ട നടപടി ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നതിൽ വലിയ രീതിയിൽ ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. ഒരുപക്ഷെ അത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിന് തന്നെ ഇവിടെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കാം. ഒപ്പം ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കാനാണ് സാധ്യത. ഇൻക്വസ്റ്റ് നടപടികൾ ആശുപത്രിയിലാണ്, ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഒരുപക്ഷെ താലൂക്ക് ആശുപത്രിയിൽ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുക. അതിനുശേഷമായിരിക്കും ബന്ധു വീട്ടിലേക്ക്, അതായത് ഈ വീട് തകർന്നു പോയതിനാൽ ഇവിടെ എന്തായാലും സംസ്കാര ചടങ്ങുകൾ നടക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ബന്ധു വീട്ടിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോവുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ സന്ധ്യയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു വിവരവും, എന്താണ് ഉണ്ടായിട്ടുള്ള പരിക്ക് എന്നതും ഉടൻ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. റോഷ്നി.